ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് നവംബർ മാസത്തിൻ്റെ കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മാച്ച് ആവണ മെസ്സേജസ് നിങ്ങൾ എടുക്കുക, ബാക്കിയുള്ള മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അതല്ല വെച്ചാൽ ഇമെയിൽ അയക്കാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്, അവിടെ എന്നെ ഫോളോ ചെയ്ത് അവിടെയും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് ഫ്യൂച്ചർ ആക്ഷൻ അവർ എടുക്കാൻ പോണത്, എന്താണ് അവരുടെ റിയൽ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ ഇപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താ മെസ്സേജസ് പറയണമെന്ന്. അപ്പോൾ ക്യാൻസർ, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 10 ഓഫ് സോഡ്സ്. എന്താണ് നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ? ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ 3 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു? പാസ്റ്റിൽ ഞാൻ കാണുന്നത് 4 ഓഫ് സോഡ്സ് ആണ്. എന്താണ് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടി? കറണ്ട് ഫീലിങ്സ് നിങ്ങളുടെ 6 ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എംപറർ. എന്താണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ? ഏസ് ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 5 ഓഫ് സോഡ്സ്. എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ? നൈറ്റ് ഓഫ് കപ്സ്. എന്താണ് ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ? 6 ഓഫ് വാൻഡ്സ്. എന്താണ് ഇവിടെ ഔട്ട്കം? അപ്പോൾ ക്യാൻസർ, നൈറ്റ് ഓഫ് സോഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നൈറ്റ് ഓഫ് സോഡ്സ് ഒരു ആക്ഷൻ എടുക്കണ എനർജിയാണ്. ഓക്കെ, ഉടനെ ആക്ഷൻ എടുക്കണ എനർജി. ഒരു പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനെ ആലോചിച്ചിട്ടല്ല ആക്ഷൻ എടുക്കണം, ഒരു ഇമ്പൾസീവ്നെസ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് ഈ മാസം കുറേ ഒരു ഇമ്പൾസീവ് എനർജി ഉണ്ട്. നിങ്ങൾക്ക് ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യണം എന്നുണ്ടാവും, ഉടനെ സംസാരിക്കണം എന്നുണ്ടാവും, ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ എന്താണ് ഈ നൈറ്റ് ഓഫ് സോഡ്സ് ഉള്ളത് ഇവിടെ? ഈ എനർജി എന്താണ്? ഹൈ പ്രീസ്റ്റസ്. അപ്പോൾ കുറേ ഒരു സൈലൻസ് ആണ് ഞാൻ കാണുന്നത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഇവിടെ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും റെസ്റ്റ്ലെസ്സായി ഫീൽ ചെയ്യണത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി വേണം, ആൻഡ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒരു കോൺടാക്റ്റ് നിങ്ങൾക്ക് വേണം എന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ ഒരു എന്താ പറയുക, ഒരു മനസ്സിലൊരു ഇതില്ല, എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഈ പേഴ്സൺ എന്താണ്, അവരുടെ മനസ്സിൽ എന്താണ് ഉള്ളത്, ഇപ്പോൾ എന്താണ് ഫ്യൂച്ചർ നിങ്ങൾ രണ്ടാളുടെയും, നിങ്ങൾക്കൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, ഒരു ക്ലോഷർ ഇല്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ പേഴ്സണെ ഉടനെ മെസ്സേജ് ചെയ്യണം എന്ന് ഫീൽ ഉണ്ടാവുക ഇവിടെ. പക്ഷെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, അത് ചെയ്യണോ വേണ്ടേ, ഈ പേഴ്സൺ റെസ്പോണ്ട് ചെയ്യോ ഇല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് ഞാൻ നിങ്ങളുടെ ഭാഗത്തിൽ കാണുന്നത്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 10 ഓഫ് സോഡ്സ് ആണ്. ഇവർക്ക് ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് മാതിരിയാണ് ഒരു ഫീലിംഗ് ഉള്ളത്. എന്തോ ഒരു ബിട്രിയൽ, ഒരു ചതിച്ച പോലെ ഒരു എനർജി ഉണ്ട് അവരുടെ മനസ്സിൽ. അപ്പോൾ ഇവിടെ ചാരിയറ്റ് എനർജി ക്യാൻസർ എനർജിയാണ്. അവരുടെ എനർജിയിൽ ഞാനൊരു സിംഗിളായിട്ട് ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. പക്ഷേ അവരുടെ മനസ്സിലും ഒരു ചോയ്സ് ഉണ്ട്, അത് നിങ്ങളുടെ അടുത്തേക്ക് വരണോ, മെസ്സേജ് ചെയ്യണോ, കോൾ ചെയ്യണോ. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഞാൻ കാണുന്നുണ്ട് ഇവിടെ ഇവരുടെ സൈഡിൽ. അവർക്ക് ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു ചോയ്സ് ഉണ്ട്, മുമ്പോട്ട് പോകണോ ഓർ റീകൺസൈൽ ചെയ്യണോ എന്ന്. ആ ചോയ്സ് അവരുടെ മനസ്സിലുണ്ട്. കറണ്ട് സിറ്റുവേഷൻ 3 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ തന്നെ ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലച്ചാൽ എന്തോ ഒരു പ്രശ്നം കൊണ്ട് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ ഞാനൊരു പുതിയ തുടക്കം കാണുന്നുണ്ട്, ഒരു ചെറിയ മെസ്സേജ് കാണുന്നുണ്ട്. അപ്പോൾ
ഈ മാസം ചിലപ്പോൾ നിങ്ങൾ ഇവരെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ടാവും, അതല്ല വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ കുറേ ഒരു റിഗ്രറ്റിൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, അവരും നിങ്ങളെ മിസ് ചെയ്യണു. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കറൻറ്റ് സിറ്റുവേഷൻ. പാസ്റ്റിൽ ഉണ്ടായത് 4 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ തന്നെ. ഹീലിംഗിൻ്റെ എനർജി കാണുന്നുണ്ട്, ജസ്റ്റിസ് എനർജി ഉണ്ട് ഇവിടെ, ആൻഡ് പേജ് ഓഫ് വോൺസിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ പേജ് ഓഫ് വോൺസ് ഒരു ഇമ്മച്യോർ എനർജി ആവാം. ആൻഡ് ജസ്റ്റിസ് എനർജി ഇവിടെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ലീബ്ര എനർജിയാണ്. എന്തോ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നി ഈ പേഴ്സൺ ഫെയർ അല്ല, ഈ പേഴ്സൺ ചെയ്തത് ശരിയല്ല. അതല്ല വെച്ചാൽ ഇവർക്കായിരിക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുക, നിങ്ങൾ ചെയ്തത് ശരിയല്ല, എന്തോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഒരു തേർഡ് പാർട്ടിയും ആവാം. ഓക്കെ, എന്നുവെച്ചാൽ ജസ്റ്റിസ് ഒരു മാരേജിൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും ആവാം. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെച്ചാലും അതിൻ്റെ കാരണം ആയിരിക്കാം ഇവിടെ ഒരു എന്താ പറയുക, ഒരു സെപ്പറേറ്റഡ് എനർജി ഞാൻ കാണുന്നത്. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 6 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഇടയ്ക്ക് ഈ പേഴ്സണെ കുറേ പറഞ്ഞാൽ നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് പാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കുറേ നിങ്ങൾക്കും വിഷമം ഉണ്ടാവുന്നുണ്ട്. അത് നമ്മളുടെ പാസ്റ്റിൽ നല്ല സമയമായിരുന്നു, നമ്മൾ രണ്ടാളും ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ പക്ഷെ നിങ്ങൾക്കൊരു പേടി, എന്താ വെച്ചാൽ ഈ പേഴ്സണെ കോണ്ടാക്ട് ചെയ്താൽ ഇവർ എന്നെ ആക്സെപ്റ്റ് ചെയ്യോ. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തിട്ടില്ല ഇതുവരെ, പക്ഷേ മനസ്സിലൊരു പേടിയുണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാൻ. നിങ്ങൾക്കിവിടെ ഒരു ഫ്യൂച്ചർ വേണം, ഒരു സ്റ്റേബിൾ ഫ്യൂച്ചർ വേണം ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എംപററാണ്. അപ്പോൾ ഇവർ കുറച്ചൊരു എന്താ പറയുക, അവർ ഇമോഷണലി അങ്ങനെ ഒരു ഇമോഷണൽ പേഴ്സൺ ആയിരിക്കില്ല. ഇവരുടെ എനർജിയിൽ ഞാൻ കുറേ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ് കാണുന്നത്, ഒരു പ്ലെയർ മാതിരി ഒരു എനർജി. പേജ് സോഡ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പേഴ്സൺ അവർക്ക് നിങ്ങളെ കുറച്ചൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്, എന്താ നടക്കണേ, എന്താ ഈ ക്യാൻസറുടെ ലൈഫിൽ ഇപ്പോൾ എന്താ നടക്കണേ, എന്താ അവർ ചെയ്യണത്, അങ്ങനത്തെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇടയ്ക്ക് അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെയൊക്കെ ചെക്ക് ചെയ്യും. പക്ഷെ അവർ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല ഇവിടെ ഇതുവരെ. കുറേ പാഷൻ ഉണ്ട്, അപ്പോൾ അവർക്കൊരു അട്രാക്ഷൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. അപ്പോൾ ഇൻറ്റൻഷനിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ കാണുന്നത് നിങ്ങൾക്കൊരു റെന്യൂവൽ വേണം, നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു റീകൺസിലിയേഷൻ വേണം. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ സംസാരിച്ചിട്ട് വേണം ഈ നോ കോണ്ടാക്റ്റിനെ ആദ്യം നിങ്ങൾക്ക് അത് മാറ്റണം. അവരുടെ കൂടെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുണ്ടാവും. ആൻഡ് റീകൺസിലിയേഷനും ഇവിടെ നിങ്ങൾക്ക് അതാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ ഉള്ളത്. സംസാരിച്ചിട്ട് എല്ലാം കാര്യങ്ങൾ ക്ലിയർ ആക്കാമെന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ഇൻറ്റൻഷൻ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 5 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഇപ്പോഴും അവർ കുറച്ചൊരു ഹേർട്ടായിരിക്കാം. എന്താ വെച്ചാൽ അവർ ഒരു ഇമ്മച്യോർ വേയിലാണ് കാര്യങ്ങൾ ആലോചിക്കുകയാണ് പറഞ്ഞാൽ അവർ ഒരു മെച്ചോറിറ്റി ഇല്ല, കുറേ ഒരു കോമ്പറ്റേറ്റീവ് എനർജിയിലാണ് അവർ. ഒരു ഈഗോ പ്രശ്നമുണ്ട്. അപ്പോൾ കിങ് ഓഫ് വോൺസ് അവർക്ക് പാഷൻ ഉണ്ട്, അവർക്കും നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. പക്ഷെ അവർക്ക് അത് കാണിക്കാൻ വിഷമം പറഞ്ഞാൽ അവർക്ക് ഒരു ഈഗോ ഇഷ്യൂ. ഞാൻ എന്തിനാണ് ആദ്യം ക്യാൻസറിനെ മെസ്സേജ് ചെയ്യേണ്ടത്, ക്യാൻസർ എന്നെ മെസ്സേജ് ചെയ്തോട്ടെ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ കുട്ടിയുടെ മാതിരി ഒരു ഇമ്മച്യോറിറ്റി ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് എനർജി കുറച്ചുണ്ട് ഇവരുടെ ഭാഗത്തിൽ. അപ്പോൾ ഇൻറ്റൻഷനിൽ ഞാൻ കാണുന്നത് അവർ ഇവിടെ ഹയറോഫാണ്ട് എനർജി ഉണ്ട്. ഹൈറോഫാണ്ട് ടോറസ് എനർജിയാണ്, പക്ഷേ ഇതൊരു മാരേജിൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ എന്തോ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വേറെ ആൾക്കാരാണോ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ എന്താ വെച്ചാൽ ആ ഇഷ്യൂസിനൊക്കെ മാറിയിട്ട് അവർക്ക് മുമ്പോട്ടേക്കാണ് പോകേണ്ടത്, ഒരു സ്റ്റേബിൾ എനർജിയിലേക്കാണ് അവർക്ക് പോകേണ്ടത്. ഇപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട് വെച്ചാൽ ഈ പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാരണം എന്തോ ഇഷ്യൂ ക്രിയേറ്റ് ആയി, അങ്ങനെയും ആവാം. എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷനിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഇവരെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് മെസ്സേജ് ആയിരിക്കും.
നിങ്ങളുടെ ഭാഗത്തുനിന്ന് 8 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടാൻ തയ്യാറാണ്. കുറേ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്ത് പറഞ്ഞ് എന്താ വെച്ചാൽ നിങ്ങൾക്കും ഒരു പേടിയുണ്ട്, ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ റിജക്റ്റ് ചെയ്യോ എന്താവുക അറിയില്ല. അപ്പോൾ ആ പേടിയുണ്ട് മനസ്സിൽ, പക്ഷെ അതുണ്ടായാലും നിങ്ങൾ ഇവരെ മെസ്സേജ് ചെയ്യണു. ഈ പേഴ്സൻ്റെ ആക്ഷനിൽ 6 ഓഫ് wands ആണ്. അപ്പോൾ ഇവരുടെ ഭാഗത്തിൽ ഞാൻ കാണുന്നത് അവർക്കും ഒരു സക്സസ് വേണം ഇവിടെ. പക്ഷേ ഇവിടെ ഒരു ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് കാണാണ്ട്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇവർക്ക് വേറെ ചോയ്സസും ഉണ്ട്, ഹെർമിറ്റ് എനർജി. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് അവർ വേറൊരു പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആയിരിക്കാം. അതുമാത്രമല്ല നിങ്ങളുടെ കൂടെ എനിക്ക് തോന്നുന്നില്ല അവരാണ് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടാവുക, നിങ്ങൾ തന്നെ ആയിരിക്കും ആക്ഷൻ എടുക്കുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾക്കൊരു റെസ്പോൺസ് കിട്ടണതും കുറേ കഴിഞ്ഞിട്ടായിരിക്കും റെസ്പോൺസ് കിട്ടുന്നുണ്ടാവുക. ഇവർ ഉടനെ റെസ്പോണ്ട് ചെയ്യില്ല. ഓക്കെ, എന്താണ് ഇവിടെ ഔട്ട്കം? 3 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ക്വീൻ ഓഫ് സോഡ്സ്. അതിൻ്റെ കാരണമാണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു വഴക്ക് ഉണ്ടായാണ്. എന്താ വെച്ചാൽ ഇവിടെ ഈ പേഴ്സൻ്റെ സൈഡിന് എന്തോ സീക്രറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ തന്നെ കുറേ കാര്യങ്ങൾ ക്ലിയർ അല്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ ഈ പേഴ്സണ് ക്ലാരിറ്റി ഉണ്ടാവില്ല. ഏതോ ഇവിടെ ഒരു സിറ്റുവേഷനിൽ എന്തോ കുറേ സീക്രറ്റ്സ് ഉണ്ടായ മാതിരി. വേൾഡ് എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തോ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്, ഹീലിംഗ് എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഈ സീക്രറ്റ്സ് ഉണ്ടായാലും അതൊക്കെ പുറത്തു വരും. ഓക്കെ, എന്താ ഹിഡൻ കാര്യങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്, ഒറക്കിൾ മെസ്സേജ് ക്യാൻസർ? അപ്പോൾ ഇവിടെ എക്വേരിയസ് എനർജി ഉണ്ട്, ക്യാൻസർ, പൈസീസ് ഉണ്ട്, ലിയോ ഉണ്ട്, ഏരീസ് ഉണ്ട്, വെർഗോ ഉണ്ട്, ലീബ്ര ഉണ്ട്, ടോറസ് ഉണ്ട്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. അപ്പോൾ ഇവിടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് ഞാൻ കാണുന്നത്. അതാണ് നിങ്ങൾ രണ്ടാളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടും സിറ്റുവേഷൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ ഉള്ളത്, ഈ നിങ്ങൾ മീറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പിൻ്റെ കാരണമാണ് നിങ്ങളും ഇവിടെ ഈ പേഴ്സണെ മീറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണക്ഷൻ ഇത്രയും ഒരു കാർമിക് കണക്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ക്യാൻസർ. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഈ റീഡിങ്ങിൽ നിങ്ങൾക്കൊരു ബോണസ് റീഡിംഗ് വേണം വെച്ചാൽ കമൻസിൽ ബോണസ് എന്ന് എഴുതുക. ഏത് സൈനാണ് ഏറ്റവും കൂടുതൽ ബോണസ് മെസ്സേജ് കിട്ടുകയെന്ന് വെച്ചാൽ ആ സൈനിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ബോണസ് റീഡിങ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോനെ, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.